Hi, welcome back to Learnino. So PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. സോ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സോ കാറ്റഗറി നമ്പർ വരുന്നത് 613/2025 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. സ്കെയിൽ ഓഫ് പേ വരുന്നത് 43,400 to 91,200 ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/2/2026 ആണ്. ഫെബ്രുവരി 4th വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഏജ് എത്രയാണ്, ഏജ് ലിമിറ്റ് വരുന്നത്, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കത് നോക്കാം. ഓക്കെ, ഏജ് ലിമിറ്റ് വരുന്നത് 18 to 36 ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്ന കാൻഡിഡേറ്റ്സിന് അവർക്ക് അതിനനുസരിച്ചിട്ട് ഏജ് റിലാക്സേഷൻ കിട്ടും. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. ദെൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4th ആണ് വരുന്നത്. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് conferred recognized by any of the universities in Kerala, or BTech awarded or recognized by any of the universities in Kerala. അപ്പോൾ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് അല്ലെങ്കിൽ ബിടെക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ദെൻ ഓർ പറഞ്ഞിട്ടുണ്ട് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് 3 years with 3 years professional experience in central or state government service or in public sector undertaking or registered private sector undertaking after acquiring the basic qualification prescribed for the post in the field of engineering. അപ്പോൾ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബിടെക് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ട് അതിൽ നമ്മൾ എക്സ്പീരിയൻസിന്റെ കാര്യം പറയണം. എക്സ്പീരിയൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ മെട്രോളജി ഷാൾ ബി കൺസിഡർഡ് ഇക്വാലന്റ് ടു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൃത്യമായിട്ട് അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ അത് വന്നിട്ടുണ്ട്, അത് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഇക്വാലന്റ് ക്വാളിഫിക്കേഷന്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനോടൊപ്പം തന്നെ മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് റീഡ് ആൻഡ് റൈറ്റ് മലയാളം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് ഇക്വാലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷനിൽ ഇനി ഏതൊക്കെയാണ് എന്നുള്ളത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. യെസ്, നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ. ഇപ്പൊ BSc നമ്മൾ ഫിസിക്സ് പറഞ്ഞല്ലോ, അതിൽ ഇക്വാലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ഫിസിക്സ് ആൻഡ് മാത്സ്, BSc ഫിസിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, MSc ഫിസിക്സ്, BSc MSc ഇന്റഗ്രേറ്റഡ് ഫിസിക്സ്. അതേപോലെ നമ്മൾ ബിടെക് പറഞ്ഞതിനകത്ത് BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റ് ആണ്, ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി എല്ലാവർക്കും ഇതിന്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ഇതുണ്ടാവും. അപ്പൊ ഇതിൽ സിലബസിൽ നമുക്ക് വരുന്നത് ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലൈഡ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ സിലബസ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാം. ഒന്നുകൂടി മറക്കണ്ട, കാറ്റഗറി നമ്പർ വരുന്നത് 613/2025 ആണ്. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4th. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇടാം. ഒപ്പം നമ്മുടെ ലേണിനോ ആപ്പിൽ ഇതിന്റെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.